Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഒരു മുട്ടയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് ഒരു 2 മീഡിയം സൈസ്ഡ് ഉള്ളി ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, 2 ടീസ്പൂൺ കണക്കായിട്ടുള്ള വെളുത്തുള്ളിയും 1 ടീസ്പൂൺ കണക്കായിട്ടുള്ള ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും. ഇത്രയും ചേർത്ത് ഇതൊന്ന് വഴറ്റണം. 1 മിനിറ്റ് അങ്ങനെ വഴറ്റിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് തക്കാളി സോഫ്റ്റ് ആവണ വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് തൈര് അതിൽ ഉടഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കാം. ആ ഗ്രേവിയിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി നമ്മുടെ കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും എല്ലാ ടേസ്റ്റുകളും ഒന്ന് ബാലൻസ് ആവാൻ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി പകുതിയായി മുറിച്ചിട്ടുള്ള 3 മുട്ട അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഉരുളക്കിഴങ്ങിലും മുട്ടയിലും ഒക്കെ ആ ഗ്രേവി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി സെർവ് ചെയ്യാം. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.